കുറ്റിപ്പുറം പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടത്. ബസ് സ്റ്റാൻഡിലെ ബങ്കറുകളുടെ വാടക ഇനത്തിൽ മാത്രം 1,76,00,000 രൂപയാണ് പഞ്ചായത്തിന് ലഭിക്കാനുള്ളത്. 2020 മുതൽ പല ഉടമകളും വാടക നൽകാൻ തയ്യാറായിട്ടില്ല. ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഉടമകൾ വാടക നൽകാതിരുന്നത്. പലരും ലക്ഷക്കണക്കിന് രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. ഇത് പഞ്ചായത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുവെന്നും ഭരണസമിതി വ്യക്തമാക്കി. ഭരണസമിതി ഏകദേശം അധികാരത്തിൽ വന്നിട്ട് ഏകദേശം 2 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങളൊക്കെ മത്സരിച്ചു ജയിച്ചു. പുതിയ ഭരണസമിതി വന്നപ്പോൾ കുറ്റിപ്പുറത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയും മുറവിളിയും ബസ് സ്റ്റാൻഡ് വികസനമായിരുന്നു. ഞങ്ങളെല്ലാവരും ഭരണസമിതി എല്ലാവരും ആ ബസ് സ്റ്റാൻഡ് വികസനത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയപ്പോഴാണ് ബസ് സ്റ്റാൻഡിൻ്റെ 1 ഏക്കറിൻ്റെ മേലുള്ള സ്ഥലം അത് പഞ്ചായത്തിൻ്റെ കൈവശത്തിലല്ല എന്നും വില്ലേജിൻ്റെ രേഖയിൽ വില്ലേജിൻ്റെ വസ്തുവായിട്ടാണ് അത് വില്ലേജിൽ കിടക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ തഹസിൽദാരുടെ അടുത്ത് സമീപിച്ചു. തഹസിൽദാരെ കണ്ടു. ആ സ്ഥലം പഞ്ചായത്തിന് വിട്ടുതരണമെന്ന് ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടു. അതിൻ്റെ എൻക്വയറിയും കാര്യങ്ങളുമായിട്ട് നടന്നു വന്നപ്പോഴാണ് ഞങ്ങൾ ഈ സ്ഥലം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ സമയം പിടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളെ പഞ്ചായത്തിൻ്റെ കോംപ്ലക്സ് ഉണ്ട്, നമ്മളെ നാഷണൽ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന കോംപ്ലക്സ്. അതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് നമ്മളെ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർ വിഭാഗം പരിശോധിച്ചപ്പോൾ അവർ മനസ്സിലാക്കി ഞങ്ങളോട് പറഞ്ഞു. റെയിൽവേ റോഡിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും പ്രസിഡന്റ് അറിയിച്ചു. കയ്യേറ്റ ഭാഗത്ത് പഞ്ചായത്തിന്റെ ബങ്കറുകളുണ്ടെങ്കിൽ അവയും പൊളിച്ചു നീക്കും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP സക്കീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, കുറ്റിപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.